ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് UGC നെറ്റ് കൊമേഴ്സ് സബ്ജക്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻകം ടാക്സ് സബ്ജക്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നൊരു ടോപ്പിക്കിലാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻകം ടാക്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കൊമേഴ്സുകാരെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഇൻകം ടാക്സിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എന്താണ് ഇൻകം ഫ്രം സാലറി? ഓക്കെ, സോ ഇൻകം ഫ്രം സാലറിയുടെ ഒരു തിയറിയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചു വന്നിട്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം എ ഫിക്സഡ് ഡെപ്പോസിറ്റ് വുഡ് ടിപ്പിക്കലി ഫോൾ അണ്ടർ വിച്ച് ഹെഡ് ഓഫ് ഇൻകം? അതായത് നമുക്ക് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ഫ്രം എ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ഏത് ഹെഡിലാണ് വരുന്നത്? സാലറി ആണോ, ഹൗസ് പ്രോപ്പർട്ടി ആണോ, ബിസിനസ് ഇൻകം ആണോ, അതർ സോഴ്സ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കാം. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻകം ഫ്രം സാലറി അക്കോർഡിംഗ് ടു ദ ബേസിസ് ഓഫ് ചാർജ്? അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈ സാലറി, ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ വരുന്ന ഇത് ഏതാണെന്നുള്ളതാണ്. ഓൺലി ദ സാലറി ആക്ച്വലി റിസീവ്ഡ് ബൈ ദ എംപ്ലോയി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, എനി സാലറി ഡ്യൂ ഫ്രം ദ എംപ്ലോയർ വെദർ പെയ്ഡ് ഓർ നോട്ട് ഇൻ ദ പ്രീവിയസ് ഇയർ, ഓൺലി ദ സാലറി പെയ്ഡ് ഇൻ ദ അഡ്വാൻസ് ബൈ ദ എംപ്ലോയർ എന്ന് പറയുന്നു, ഓൺലി ദ സാലറി പെയ്ഡ് ടു ദ എംപ്ലോയി ഇൻ ദ സെയിം ഇയർ ഇറ്റ് വാസ് ഡ്യൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ഓൺലി ദ സാലറി ആക്ച്വലി റിസീവ്ഡ് ബൈ ദ എംപ്ലോയി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ആക്ച്വലി റിസീവ് ചെയ്ത എമൗണ്ട് മാത്രമേ ഇൻകം ഫ്രം സാലറിയിൽ വരുള്ളൂ, ഡ്യൂ ആവുള്ളൂ. ഓക്കെ, അതായത് ബേസ് ഓഫ് ചാർജ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആ ഇത് ചുമത്തപ്പെടുന്നത്, ടാക്സ് ചുമത്തപ്പെടുന്നത്, ഇൻകം ഫ്രം സാലറിയിൽ ടാക്സ് ചുമത്തപ്പെടുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ആക്ച്വലി റിസീവ് ചെയ്ത സാലറിയിൽ മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു എനി സാലറി ഡ്യൂ ഫ്രം ദ എംപ്ലോയർ വെദർ പെയ്ഡ് ഓർ നോട്ട് ഇൻ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആണ്, നമുക്ക് ഇങ്ങോട്ട് തരേണ്ടതാണ്, പക്ഷെ തന്നിട്ടില്ല, അഥവാ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ റിസീവ് ചെയ്യാത്ത സാലറിയും മേലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻകം ഫ്രം സാലറിയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് അതുമേലും ടാക്സ് ചുമത്തപ്പെടേണ്ടി വരും. ദാറ്റ് ഇസ് ബേസ് ഓഫ് ചാർജിൽ ഉൾപ്പെടും എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ദെൻ ഓൺലി ദ സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ബൈ ദ എംപ്ലോയർ, അഡ്വാൻസ് സാലറി മാത്രമേ ഇൻകം ഫ്രം സാലറിയിലുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ഓൺലി ദ സാലറി പെയ്ഡ് ടു ദ എംപ്ലോയി ഇൻ ദ സെയിം ഇയർ ഇറ്റ് വാസ് ഡ്യൂ. ഡ്യൂ ആയിട്ടുള്ള ഇയറിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത എമൗണ്ട് എത്രയാണോ അത് മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ, ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുള്ളൂ എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്. സി 4 ഓപ്ഷനിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവസാന ഭാഗത്ത് അതിൻ്റെ ആൻസർ കാണാനായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇൻകം ഫ്രം സാലറി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട് അല്ലേ? ഇൻകം ഫ്രം നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിനെ സംബന്ധിച്ച് 5 ഹെഡ് ഓഫ് ഇൻകം ആണുള്ളത് ഫോർ എൻ ഇൻഡിവിജ്വൽ. അക്കോർഡിംഗ് ടു സെക്ഷൻ 14 ഓഫ് ദ ആക്ട് ഓൾ ഇൻകം ഓഫ് എ പേഴ്സൺ ഷാൽ ബി ക്ലാസിഫൈഡ് അണ്ടർ ദ ഫോളോയിങ് 5 ഹെഡ്സ്. 5 ഹെഡുകളാണുള്ളത്. ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. അങ്ങനെ 5 ഹെഡാണുള്ളത്. ഓക്കെ, for computation of income all taxable income should fall under any of the 5 heads. അതായത് എങ്ങനെ വന്നാലും ഏതൊക്കെ തരത്തിലുള്ള ഇൻകം ഉണ്ടെങ്കിലും അതെല്ലാം ഏത് സാലറി ആയിരിക്കാം, ഒരു പക്ഷേ ഹൗസ് പ്രോപ്പർട്ടി ഏതെങ്കിലും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ above if any type of income does not become part of any one of the above. അതായത് ഈ 4 ടൈപ്പ് ഓഫ് ഇൻകത്തിൽ നിങ്ങളുടെ ഒരു ഇൻകം വന്നില്ല, അതായത് ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടി, അത് സാലറിയിലും അല്ല, ഹൗസ് പ്രോപ്പർട്ടിയിലും അല്ല, ബിസിനസ് ഓർ പ്രൊഫഷനിലും അല്ല, ക്യാപിറ്റൽ ഗെയിനിലും അല്ല എങ്കിൽ above mentioned first 4 heads it should be part of the 5th head. അത് ഏത് ഹെഡിൽ വരും? 5ാമത്തെ ഹെഡിൽ വരും. ദാറ്റ് ഈസ് നിങ്ങൾക്കൊരു വരുമാനം കിട്ടി, ഫോർ എക്സാമ്പിൾ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി. ആ ഇൻട്രസ്റ്റ് കിട്ടിയത് സാലറിയിലാണോ, ഇൻകം ഫ്രം സാലറി ആണോ? അല്ല. ഓക്കെ, സാലറി എന്ന് വെച്ചാൽ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന, അപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയതാണോ? അല്ല, അപ്പോൾ സാലറിയിലല്ല. ഹൗസ് പ്രോപ്പർട്ടി വീട് വാടക കൊടുത്ത് കിട്ടിയതാണോ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ്? അല്ല, അപ്പോൾ സെക്കൻഡ് ഹെഡിലും അല്ല. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, നമ്മൾ ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് അടുത്ത് കിട്ടിയത് നിൽക്കാണോ? ബാങ്കിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. സോ 3rd ഹെഡിലും അല്ല. ക്യാപിറ്റൽ ഗെയിൻ, നിങ്ങൾ അസറ്റ് വിറ്റിട്ട് അതിൽ നിന്ന് ലാഭം കിട്ടിയതാണോ? അല്ല. വിൽപ്പനയിൽ കിട്ടിയ ലാഭമല്ല, അതായത് അസറ്റുകൾ വിറ്റ്, അസറ്റാണ് കേട്ടോ, സ്റ്റോക്ക് അല്ല, അസറ്റുകൾ നിങ്ങളുടെ ലാൻഡ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അസറ്റോ വിറ്റിട്ട് കിട്ടുന്ന ലാഭം,
അങ്ങനെ കിട്ടിയ ലാഭമാണോ? അല്ല, ഇത് ബാങ്കിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ്. സോ ഈ 4 ഹെഡിൽ ഉൾപ്പെടാത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ഉണ്ടെങ്കിൽ അതെല്ലാം ഏതിൽ ഉൾപ്പെടും? അഞ്ചാമത്തെ ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വിച്ച് മേ ബി ടേംഡ് ആസ് ദ റെസിജ്വൽ ഹെഡ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണത് റെസിജ്വൽ ഹെഡ് എന്നാണ് വിളിക്കുന്നത്. സോ ഇത് ഓർത്തിരിക്കുക. സോ ഹെഡ്സ് ഓഫ് ഇൻകം, 5 ഹെഡ്സ് ഓഫ് ഇൻകം കൊണ്ട് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻകം ഫ്രം സാലറിനെ കുറിച്ചാണ്. സോ ഇൻകം ഫ്രം സാലറി, വാട്ട് ഈസ് ഇൻകം ഫ്രം സാലറി? Income from salary. To understand the computation of income under the head salary, the following important concept must be understood. താഴെ കൊടുത്തിരിക്കുന്ന 6 കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് 6 കാര്യം? എംപ്ലോയി ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതായത് എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇൻകം ഫ്രം സാലറി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡിൽ. ബേസ് ഓഫ് ചാർജ്, ഇത് എപ്പോഴാണ് ചുമത്തുന്നത്? പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി, ടാക്സ് ഫ്രീ സാലറി, സാലറി പെയ്ഡ് ബൈ ഫോറിൻ ഗവൺമെന്റ് ഓർ എന്റർപ്രൈസ്, അലവൻസ്. ഈ 6 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാമാണ്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, എംപ്ലോയർ ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഓക്കെ, എന്താണ് ഈ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്? എനി ഇൻകം ക്യാൻ ബി ടാക്സ്ഡ് അണ്ടർ ദ ഹെഡ് സാലറി. അതായത് ഒരു സാലറി എന്ന് പറഞ്ഞ ഒരു ഹെഡിലേക്ക് ഒരു ഇൻകത്തിനെ നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓൺലി ഇഫ് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് ആൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ബിറ്റ്വീൻ ദ പെയർ ആൻഡ് പേയി. അതായത് ഞാനും ഈ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പും തമ്മിൽ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ്, ഞാനൊരു എംപ്ലോയിയും കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു എംപ്ലോയർ എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമാണെങ്കിലാണ് എനിക്ക് അവർ നൽകുന്നതിന് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? സാലറി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ടേംസ് ഓഫ് കണ്ടീഷൻ ഇല്ല, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ ഇല്ല എങ്കിൽ എനിക്ക് കിട്ടുന്ന വരുമാനം ഏതിൽ വരില്ല? ഇൻകം ഫ്രം സാലറിയിൽ വരില്ല, ഇൻകം ഫ്രം പ്രൊഫഷനിലേ വരുള്ളൂ. ഓക്കെ, ഞാൻ ഈ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം ഒരു സാലറി അല്ല, അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു വരുമാനമല്ല, ഞങ്ങൾ തമ്മിലുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ലാത്ത രീതിയിൽ ഒരു ഫ്രീലാൻസ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന വരുമാനം ഏതാ? ഇൻകം ഫ്രം പ്രൊഫഷനിലേ വരുള്ളൂ, സാലറിയിൽ വരില്ല. അപ്പോൾ ഇങ്ങനൊരു ബന്ധം വേണം, എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്നുള്ള റിലേഷൻഷിപ്പ് വേണം. Then second one, any income would be deemed to be income from salary only if relation of employer and employee exist. Okay, അങ്ങനെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് പറയാൻ പറ്റുള്ളൂ? അതിന് ഇൻകം ഫ്രം സാലറി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. Their relationship should be of master and servant. അതായത് മാസ്റ്റർ സർവൻറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഈ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇൻകം ഫ്രം സാലറിയിൽ മസ്റ്റാണ്. സാലറി എന്ന് പറഞ്ഞ ഹെഡിലേക്ക് വരുമാനം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കമ്പൽസറി ആയിട്ട് വേണ്ട വരും. സോ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് കാര്യം നമ്മൾ പഠിച്ചു. അടുത്തതാണ് ബേസിസ് ഓഫ് ചാർജ്. ഇത് എപ്പോഴാണ് ചുമത്തുന്നത്? സെക്ഷൻ 15 പ്രകാരം കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എനി സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ ടു ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഇൻ ദാറ്റ് പ്രീവിയസ് ഇയർ ഓർ നോട്ട്. അതായത് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, ദെൻ വേറൊരു സ്ഥാപനം വൈ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഇതാണ് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം വിചാരിക്കുക. 2023 ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം ഇതാണ്. 2024 ആറ്റ് പ്രസന്റ് ഞാൻ വൈ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഓക്കെ, സോ എനി സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ ടു ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഇൻ ദാറ്റ് പ്രീവിയസ് ഇയർ നോട്ട്. അതായത് എനി സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ ടു ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ. അതായത് ഞാൻ നേരത്തെ എക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത് 2023 അവിടുന്ന് സാലറി എനിക്ക് കിട്ടാനുണ്ടായി. അപ്പോൾ പ്രീവിയസ് ഇയർ ഏതാ? 2023-24. അവിടുന്ന് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നതിന് ശേഷവും എനിക്ക് അവിടുന്ന് സാലറി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡ്യൂ ആയിട്ട് നിൽക്കുന്നതാണ്. ആ ഡ്യൂ ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇത് 2023 റിസൈൻ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ 2023-24 പ്രീവിയസ് ഇയറിലെ വരുമാനമാണിത്. പക്ഷേ ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പോലും അസസ്മെന്റ് ഇയർ 2024-25 ഡ്യൂ ആണെന്നുള്ള രീതിയിൽ ഞാൻ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ 2023 കിട്ടേണ്ട ഫോർമർ എംപ്ലോയർ എനിക്ക് തരേണ്ട സാലറി, ഡ്യൂ ആയിട്ടുള്ള സാലറി ഇതുവരെ തന്നിട്ടില്ലെങ്കിലും ആക്ച്വലി ഞാൻ റിസീവ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി പോട്ടെ, ഇനി എക്സ് എന്നുള്ള സ്ഥാപനമില്ല. ഞാൻ എന്ത് ചെയ്തു? 2023, 2020, 21, 22, 23, 24 കണ്ടിന്യൂസ് ആയിട്ട് വൈ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ 2023-24 പ്രീവിയസ് ഇയറിലെ വരുമാനം സാലറി ആര് തരാനുണ്ട്? വൈ എനിക്ക് തരാനുണ്ട്. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയറാണ് എൻ്റെ. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷത്തെ സാലറി ഇതുവരെ തന്നിട്ടില്ല.
തന്നാലും തന്നില്ലെങ്കിലും അത് ഡ്യൂ ആണ്. ഡ്യൂ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 2024-25 അസസ്മെൻറ്റ് ഇയറിൽ 2023-24 ഇൻകം റിസീവ് ചെയ്തു എന്നുള്ള നിലക്ക് ഡ്യൂ ആണെന്നുള്ള നിലക്ക് ഞാൻ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. സോ എനി സാലറി ഡ്യൂ ആയി കിടക്കുന്ന സാലറി, പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആയി കിടക്കുന്ന സാലറി മേൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ദാറ്റ് ഈസ് ബേസിസ് ഓഫ് ചാർജ്, ടാക്സ് ചുമത്തപ്പെടും. ഓക്കെ, ക്ലിയർ. ദെൻ എനി സാലറി പെയ്ഡ് ഓർ അലൗഡ്, എനിക്ക് കിട്ടി, പേ ചെയ്തു, അലോ ചെയ്തു, ടു ഹിം ഇൻ ദ പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ ത്രൂ ദോ നോട്ട് ഡ്യൂ ഇൻ ദാറ്റ് പ്രീവിയസ് ഇയർ. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലിയാണ്, വൈ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലിയാണെന്ന് ഞാൻ പറഞ്ഞു, കുറേ വർഷങ്ങളായിട്ട് ജോലിയാണ്. എന്ത് ചെയ്തു, 2023-24 വർഷത്തെ പ്രീവിയസ് ഇയറിലെ വരുമാനം ഇതുമേൽ ഞാൻ എപ്പോൾ ടാക്സ് അടയ്ക്കണം, 2024-25 അസസ്മെൻറ്റ് ഇയറിൽ ഞാൻ ടാക്സ് അടയ്ക്കണമല്ലോ, വേണം. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2023-24 എന്ന് പറയുമ്പോൾ 2024 മാർച്ച് 31 ഒരാൾ വരുമാനത്തിന് മേലെ ടാക്സ് അടച്ചാൽ മതിയല്ലോ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വിവാഹമാണ് മാർച്ചിൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഏപ്രിലെയും മെയ്യിലെയും 2, അതായത് വരാൻ പോകുന്ന 2024-25 വർഷത്തെ ഒന്ന് ആലോചിക്കണം. 2024 മെയ്യിലെയും ജൂണിലെയും അഡ്വാൻസ് സാലറി ഞാൻ എപ്പോൾ മേടിച്ചു, 2024 മാർച്ചിൽ മേടിച്ചു, നേരത്തെ മേടിച്ചു. എൻ്റെ എംപ്ലോയർ എന്നോട് കനിവുള്ളത് കൊണ്ട് എനിക്ക് തന്നു. ഓക്കെ, അങ്ങനെ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, എനി സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം, എനിക്ക് അലോ ചെയ്തു. ഇൻ ദ പ്രീവിയസ് ഇയർ തന്നെ അലോ ചെയ്തു. ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയർ, ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ഫോർമർ എംപ്ലോയർ, അത് എക്സ് ആയിക്കോട്ടെ, വൈ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ പ്രസന്റ് എംപ്ലോയർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു. ഓക്കെ, നോട്ട് ഡ്യൂ ഇൻ ദാറ്റ് പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആയതല്ല, വരാൻ പോകുന്ന വർഷത്തിൽ അഡ്വാൻസ് ആയിട്ട് തന്നതാ. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻസ് സാലറി ഞാൻ എന്ത് ചെയ്തു, 2023-24 റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് സാലറി മേലുള്ള ടാക്സും ഞാൻ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയറിലെ വരുമാനമായിട്ട് കണക്കാക്കിയിട്ട് 2024-25 അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡ്യൂ ആയി കിടക്കുന്നതും ടാക്സ് അടയ്ക്കണം, അഡ്വാൻസ് മേടിച്ചതുമേലും ടാക്സ് അടച്ചേ പറ്റുള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ തേർഡ് വൺ ആണ് എനി അരിയർ ഓഫ് സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇൻ ദ പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ ഇഫ് നോട്ട് ചാർജ് ടു ഇൻകം ടാക്സ് ഇൻ ഇയർലി പ്രീവിയസ് ഇയർ. അതായത് പണ്ട് കാലത്ത് എപ്പോഴോ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ 2020-21 വരുമാനം വൈ എനിക്ക് തരാനുണ്ട്, ഒരു സാലറി തരാനുണ്ട്, അതങ്ങനെ പിടിച്ചു വെച്ചേക്കാറുണ്ട്. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 2020-21 വിചാരിക്കാം, 2020-21 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ആ വരുമാനം എനിക്ക് എപ്പോഴാണ് തന്നത്, 2023-24 കഴിഞ്ഞ പ്രീവിയസ് ഇയറിലാണ് അവർ എനിക്ക് തന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, 2023-24 കിട്ടിയ വരുമാനമായിട്ട് കണ്ടിട്ട് 2024-25 അസസ്മെൻറ്റ് ഇയറിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ വേറെ കാര്യമുണ്ട്, 2020-21 അത് ഡ്യൂ ആയി കിടക്കണതാണ്. അത് ഡ്യൂ ആണെന്ന് കാണിച്ചുകൊണ്ട് 2020-21 പ്രീവിയസ് ഇയറിലെ വരുമാനമായിട്ട് കാണിച്ചിട്ട് 21-22 ഞാൻ അതിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 23-24 പോയി എന്താ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് എനി അരിയർ ഓഫ് സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം ഇൻ ദ പ്രീവിയസ് ഇയർ ഓർ ബൈ ഓൺ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ ഇഫ് നോട്ട് ചാർജ് ടു ഇൻകം ടാക്സ് ഇൻ എനി ഇയറിലെ പ്രീവിയസ് ഇയർ. മുൻ കാലഘട്ടത്തിലുള്ള പ്രീവിയസ് ഇയറിൽ അതുമേൽ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, അതുമേൽ പ്രീവിയസ് ഇയറിൽ ടാക്സ് അടച്ചാൽ മതി. സോ ഇതാണ് എനി സാലറി ഡ്യൂ, എനി സാലറി പെയ്ഡ് ഓർ അലൗഡ് അഡ്വാൻസ് സാലറി. ഇതിൻ്റെ അടുത്താണ് പഴയ സാലറി, അതായത് പഴയ ഡ്യൂ ആയി കിടക്കുന്ന സാലറി എന്ത് ചെയ്തു പിന്നീട് റിസീവ് ചെയ്യുക. അത് ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടയ്ക്കേണ്ട, ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ഇതാണ് ബേസ് ഓഫ് ചാർജിലെ 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തതാണ് പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി. ഓക്കെ, ഈ സാലറി റിസീവ് ചെയ്യുന്ന പ്ലേസിനും ഒരു പ്രാധാന്യമുണ്ട്. ദ ഗോൾഡൻ റൂൾ ഈസ് ദാറ്റ് സാലറി വിൽ ബി ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് അറ്റ് ദ പ്ലേസ് വേർ സർവീസ് ആർ റെൻറ്റഡ്. നമ്മൾ എവിടെയാണ് സർവീസ് റെൻഡർ ചെയ്തത് എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇഫ് any income taxable under the head salary is earned in India, നിങ്ങൾക്ക് സാലറി കിട്ടിയത് ഏൺ ചെയ്തത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് ഡീംഡ് ടു അക്രൂ റൈസ് ഇൻ ഇന്ത്യ, അത് ഇന്ത്യയിൽ റൈസ് ചെയ്താണ്, സോ ഇന്ത്യയിൽ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇഫ് എ പേഴ്സൺ എംപ്ലോയിഡ് ഇൻ ഇന്ത്യ, അതായത് ഞാൻ ഇന്ത്യയിലെ ഒരു സർക്കാർ ജോലിക്കാരനാണ്, സർക്കാർ അധ്യാപകനാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു UGC നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഗവൺമെൻറ് തസ്തികയിൽ നിങ്ങൾ എന്ത് ചെയ്തു, ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിച്ച് ഒരു 4-5 വർഷം സർവീസിൽ ഇരുന്ന് കൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു,
ഒന്ന് വിദേശത്തേട്ട് പോകാൻ തീരുമാനിച്ചു. ഇഫ് എ പേഴ്സൺ എംപ്ലോയിഡ് ഇൻ ഇന്ത്യയിൽ എംപ്ലോയിഡ് ആണ്, ഗോസ് ഓൺ ലീവ് ഔട്ട്സൈഡ് ദ കൺട്രി, ഇന്ത്യയിൽ നിന്ന് ലീവ് എടുത്തിട്ട് വിദേശത്തേട്ട് പോവാണ്, മക്കളുടെ അടുത്തേട്ട് വല്ലതും പോവാണ്, ഓക്കെ, അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ പോവാണ്. ആൻഡ് ഡ്രോസ് ഹിസ് സാലറി ഫോർ ദ ലീവ് പീരീഡ് ദർ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു ലീവ് പീരീഡ് ഉണ്ട് അല്ലേ, ഇത്ര മാസത്തെ ഒരു ലീവ് ഉണ്ട്, ആ ലീവ് പീരീഡിലെ സാലറി നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ അധ്യാപകനാണെന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് വെക്കേഷൻ അങ്ങനെയുള്ള ചില അവധികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അവധി സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? വിദേശ രാജ്യത്തേട്ട് പോയി. പക്ഷെ അവധിയിലാണെങ്കിലും നിങ്ങൾക്ക് സാലറി കിട്ടും. ഓക്കെ, സോ for the leave period there, the leave salary shall be deemed to have been earned in India. അപ്പോൾ നിങ്ങൾ സാലറി റിസീവ് ചെയ്യുന്ന സമയത്ത് മക്കളുടെ കൂടെ കാനഡയിലോ അമേരിക്കയിലോ വേറെ ഏതോ രാജ്യത്ത്, യൂറോപ്യൻ രാജ്യത്താണ്, പക്ഷേ ആ ഇൻകം ഏൺ ചെയ്ത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്തതാണ്. സോ നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. സോ ഇതാണ് പ്ലേസ് ഓഫ് അക്രൂവൽ സാലറി. അതായത് സാലറിയുടെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാണ്? എമർജ് ചെയ്ത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. സോ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. Okay, then third condition, if a person after having served in India, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സർക്കാർ ജോലി അധ്യാപകനായിട്ട് നിങ്ങൾ ജോലി ചെയ്തു, ഏകദേശം 56-ാമത്തെയോ 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റിൻ്റെ ഏജ് ആയ സമയത്ത് നിങ്ങൾ റിട്ടയർ ചെയ്യാണ്. സോ അങ്ങനെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് if a person that having served in India retires from service and settle outside India, മക്കളോടൊപ്പം വിദേശത്ത് പോയി. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് then the pension drawn by him in the foreign country will be deemed to have been earned in India and will be treated as Indian income. നിങ്ങൾ വിദേശ രാജ്യത്ത് മക്കളുടെ അടുത്ത് ചെന്നു, ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടയർമെൻറ്റ് പീരീഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ ഉണ്ട്, ആ പെൻഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ആ പെൻഷൻ എവിടെ നിന്നാണ് എമർജ് ചെയ്തത്? ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ആ പെൻഷൻ റിസീവ് ചെയ്യുന്നത് നിങ്ങൾ അമേരിക്കയിലോ കാനഡ വേറെ ഏത് രാജ്യത്ത് വെച്ചാണെങ്കിലും ഇന്ത്യയിൽ എമർജ് ചെയ്യുന്നത് കൊണ്ട് അത് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് 3 സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി, സാലറിയുടെ ഉത്ഭവ സ്ഥാനം ഇന്ത്യയിലാണോ? ടാക്സ് അടച്ചേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതെപ്പോഴും മനസ്സിലാക്കിയിരിക്കാം. ദെൻ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സെപ്ഷൻസ്, ഒരു ചെറിയ ഇളവുണ്ട്. ആർക്കാണ്? ഇൻ കേസ് ഓഫ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൂ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി ആൻഡ് റെൻഡേഴ്സ് ഇൻ സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്നതാണ്. ഇന്ത്യൻ എംബസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലായിരിക്കും അത് അല്ല. ഇന്ത്യൻ എംബസി എവിടെ വരും? എല്ലാ വിദേശ രാജ്യങ്ങളിലും, ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും ഇന്ത്യൻ എംബസി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ത്യൻ എംബസി എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഇന്ത്യൻ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടാണ് അവിടെ പോയി ജോലി ചെയ്യുന്നത്. സോ ഇൻ കേസ് ഓഫ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹു ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി ആൻഡ് റെൻഡേഴ്സ് എനി സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഓക്കെ, ആൻഡ് റെൻഡേഴ്സ് എനി സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യ, നിങ്ങൾ എന്ത് ചെയ്തു? സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് സർവീസ് ചെയ്തത്, അമേരിക്കയിൽ പോയിട്ടാണ് സർവീസ് ചെയ്തത്, പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാലറി റിസീവ്ഡ് ബൈ ഹിം വുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. നിങ്ങൾ ആ സാലറി മേൽ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും, കാരണം ഇന്ത്യയിൽ നിന്ന് അറൈസ് ചെയ്തതാണ്. ഓൾ ദോ സർവീസ് ആർ റെൻഡഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആസ് പെർ സെക്ഷൻ 10 സബ്സെക്ഷൻ 7 അലവൻസസ് ആൻഡ് പെർക്വിസിറ്റ്സ് റിസീവ്ഡ് ബൈ ഹിം. നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് സാലറി മേൽ നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും, കാരണം ഇന്ത്യയിൽ നിന്ന് എമർജ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന പെർക്വിസിറ്റ്സ്, അതുപോലെ തന്നെ അലവൻസ്, താമസിക്കാൻ വീട്, HR അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് തരും. ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. നിങ്ങൾക്ക് എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക് സാലറി മേൽ മാത്രം ടാക്സ് അടച്ചാൽ മതി. ഇത്തരത്തിലുള്ള അലവൻസ്, പെർക്വിസിറ്റ് മേലൊന്നും ടാക്സ് അടയ്ക്കേണ്ടതല്ല. ഇറ്റ് ഈസ് എക്സെപ്റ്റഡ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംഷൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ പഠിക്കുക, അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 7 ആണ്. ഓക്കെ, സോ ഇതാണ് എക്സെപ്ഷൻസ് ഉള്ളത്. ഓക്കെ, ദെൻ ഇനി അടുത്ത ഏരിയയിലേക്ക് പോവാം. ടാക്സ് ഫ്രീ സാലറി. ദെൻ വാട്ട് ഈസ് ടാക്സ് ഫ്രീ സാലറി? വെൻ ദ എംപ്ലോയി റിസീവ്സ് ടാക്സ് ഫ്രീ സാലറി ഫ്രം ഹിസ് എംപ്ലോയർ. ഓക്കെ, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിലയൻസ് എന്നുള്ള സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ അവർക്ക് കണ്ണിലുണ്ണിയായിട്ടുള്ള ഒരു ജോലിക്കാരനാണ്. സോ എനിക്ക് നൽകുന്ന സാലറി ടാക്സ് ഫ്രീ സാലറി. എന്താ ടാക്സ് ഫ്രീ സാലറി? എനിക്ക് സാലറി നൽകുന്നത്, ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയാണ് എൻ്റെ സാലറി എങ്കിൽ, ഒരു വർഷത്തെ സാലറി എങ്കിൽ 12 ലക്ഷം രൂപയുടെ മുകളിൽ വാർഷിക വരുമാനം ഉണ്ട് എനിക്ക്. സോ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് ആർക്കറിയാം? എൻ്റെ എംപ്ലോയർക്ക് അറിയാം. സോ ആ ടാക്സ് കൂടി ആരടയ്ക്കുന്നു? എൻ്റെ എംപ്ലോയർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ടാക്സ് ഫ്രീ സാലറി എന്ന് വിളിക്കുന്നത്. സോ വെൻ ദ എംപ്ലോയി റിസീവ്സ് ടാക്സ് ഫ്രീ സാലറി ഫ്രം ഹിസ് എംപ്ലോയർ, ഇറ്റ് മീൻസ് എംപ്ലോയർ ഹിംസെൽഫ് പേ ദ ടാക്സ് വിച്ച് ഈസ് ഡ്യൂ ഓൺ ദ സാലറി ഓഫ് സച്ച് എംപ്ലോയി ആൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് 1961 സച്ച് എമൗണ്ട് വിൽ ബി ആഡഡ് ടു ഹിസ് സാലറി.
ഇതെന്താണ് കഥ? വേറൊന്നുമില്ല, 12 ലക്ഷം രൂപ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ 12 ലക്ഷം രൂപ മേലെ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 2 അല്ലെങ്കിൽ 3 ലക്ഷം രൂപയാണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കും. ഈ 12 ലക്ഷം രൂപ മേലെ വരുന്ന എൻ്റെ ടാക്സ് ലയബിലിറ്റി ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയുന്നതാണ് 3 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ 12 ലക്ഷം രൂപയാണ് എൻ്റെ സാലറി ഇൻകം കിട്ടുന്നത്. ഈ 12 ലക്ഷം രൂപ മേലെ ടാക്സ് അടയ്ക്കേണ്ടത് ആരാണ്? ഞാനാണ് അടയ്ക്കേണ്ടത്. എത്ര രൂപ? 3 ലക്ഷം രൂപ ഞാൻ ടാക്സ് അടയ്ക്കണം. പക്ഷെ ആ 3 ലക്ഷം രൂപ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് ഞാൻ അടച്ചില്ല. ഞാനായിരുന്നു അടയ്ക്കേണ്ടിയിരുന്നെങ്കിൽ 12 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവുള്ളൂ? ബാക്കി പോയിട്ട് ഒരു 9 ലക്ഷം ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷേ എന്നെക്കൊണ്ട് അത് എൻ്റെ എംപ്ലോയർ അടപ്പിച്ചില്ല. എംപ്ലോയറുടെ കയ്യിൽ നിന്നെടുത്ത് എന്ത് ചെയ്തു? ഒരു 3 ലക്ഷം രൂപ എടുത്ത് അടച്ചു. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇൻകം ഫ്രം സാലറി എന്ന് വെച്ചാൽ എത്രയാണ്? ഈ 12 ലക്ഷം പ്ലസ് ഈ 3 ലക്ഷമാണ്. ഈ 3 ലക്ഷം എൻ്റെ ഇൻകമായിട്ട് കണക്ക് കൂട്ടണം. അതെന്തിനാണ് കണക്ക് കൂട്ടുന്നത്? എംപ്ലോയർ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടല്ലേ എൻ്റെ എംപ്ലോയർ ഈ 3 ലക്ഷം എനിക്ക് വേണ്ടിയിട്ട് അടച്ചത്. സോ എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് അല്ലേ? ആണ്. അങ്ങനെ വരുമ്പോൾ 12 + 3 15 ലക്ഷം രൂപയായിട്ട് മാറും എൻ്റെ ഇൻകം ഫ്രം സാലറി. ഇനി ഞാൻ എത്ര ലക്ഷം രൂപ മേലെ ടാക്സ് അടയ്ക്കണം? 15 ലക്ഷത്തിന് മേലെ ടാക്സ് അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ 15 ലക്ഷത്തിന് മേലെ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് 4 ലക്ഷമാണെന്ന് ഒന്ന് വിചാരിക്കാം. 4 ലക്ഷം രൂപയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. 15 ലക്ഷത്തിന് മേൽ ഞാൻ 4 ലക്ഷമാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഈ 4 ലക്ഷം രൂപ ഞാൻ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ഡിഡക്ഷൻ കിട്ടും? 3 ലക്ഷം രൂപ ഡിഡക്ഷൻ കിട്ടും. ബാക്കി എന്ത് ചെയ്താൽ മതി? 1 ലക്ഷം രൂപ അടച്ചാൽ മതി. ഓക്കെ, സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുന്നത്. ആ ഒരു ടേമിൽ മാത്രമാണല്ലോ ടാക്സ് ഫ്രീ ഉള്ളൂ. പക്ഷേ ടാക്സ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ ഇതിനെയാണ് ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊന്ന് നമുക്ക് നോക്കാം. സാലറി പെയ്ഡ് ബൈ ഫോറിൻ ഗവൺമെൻറ് ഓർ എൻ്റർപ്രൈസസ്. ഓക്കെ, ഒരു ഫോറിൻ ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് സാലറി കൊടുക്കാം. സാലറി പെയ്ഡ് ബൈ ഫോറിൻ ഗവൺമെൻറ് ഓർ എൻ്റർപ്രൈസ് ടു ഇറ്റ്സ് എംപ്ലോയി. ഒരു ഫോറിൻ ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് എന്ത് ചെയ്യുന്നു? അവരുടെ എംപ്ലോയിക്ക് സാലറി കൊടുക്കുകയാണ്. അത് അദ്ദേഹം ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. സെർവിങ് ഇൻ ഇന്ത്യ ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10. സെക്ഷൻ 10 പ്രകാരം എക്സംപ്റ്റഡ് ആണെങ്കിൽ ഓക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില ആളുകളുണ്ട്, അതായത് ഇപ്പോൾ ഈ യൂണിസെഫ് അതുപോലുള്ള ചില സർവീസ് സംഘടനകളാണ്. ഇത്തരത്തിലുള്ള സംഘടനകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൻ 10 പ്രകാരം ചില എക്സംഷൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവരൊന്നും ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതല്ലാതെ കിട്ടുന്ന വ്യക്തികൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ബട്ട് ഇഫ് യു ആർ നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ദെൻ യു എൻജോയ് എക്സംഷൻ ഓൺ സച്ച് ഇൻകം. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫോറിൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഫോറിൻ ഗവൺമെൻറ് എൻ്റർപ്രൈസോ ആണെങ്കിൽ അവരുടെ ജോലിക്കാരായിട്ട് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ വരണയാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട വരും, തീർച്ചയാണ്. പക്ഷേ സെക്ഷൻ 10 പ്രകാരമുള്ള ഇളവുകൾ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട വരില്ല. ഓക്കെ, അതേസമയം നിങ്ങളൊരു ഫോറിൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട വരില്ല, കാരണം നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, സോ ഇതാണ് ഇവിടെ പറയുന്ന സെക്ഷൻ ഈ സാലറി പെയ്ഡ് ബൈ ദ ഫോറിൻ ഗവൺമെൻറ് എൻ്റർപ്രൈസ് എന്നുള്ള സിറ്റുവേഷനിൽ പറയുന്നത്. ഓക്കെ, സോ അടുത്തതാണ് അലവൻസസ്. ഓക്കെ, എന്താണ് അലവൻസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പേയ്മെൻറ്റ്സ് ഇൻ ക്യാഷ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി യൂഷ്വലി അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് അതർ ദാൻ സാലറി. സാധാരണ ബേസിക് സാലറി നമുക്ക് കൊടുക്കാറുണ്ടല്ലോ, എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. ആ ബേസിക് സാലറി അഥവാ അടിസ്ഥാന ശമ്പളം, അതിന് പുറമെ നമ്മൾ കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഓൾസോ നോൺ ആസ് അലവൻസസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അലവൻസ് എന്ന് വിളിക്കും. അലവൻസസും ഉണ്ട്, പെർക്വിസിറ്റ്സ് ഉണ്ട്. അലവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പൈസയായിട്ട് കൊടുക്കുന്നതാണ്. അതായത് എല്ലാ മാസവും റെഗുലർ ആയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് പല പേരിൽ, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാവൽ അലവൻസ്, അങ്ങനെ ഡിയർനെസ് അലവൻസ്, അങ്ങനെ പല അലവൻസ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് റെഗുലറായിട്ട് കൊടുക്കുന്നതിനാണ് അലവൻസ് എന്ന് വിളിക്കുന്നത്. പെർക്വിസിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരനെ താമസിക്കാൻ വേണ്ടിയിട്ട് വീട് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഈ ക്യാഷ് അല്ല, അതല്ലാത്ത ഇൻ കൈൻഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. താമസിക്കാൻ വീട്, ഓടിക്കാനായിട്ട് വാഹനം, അല്ലെങ്കിൽ വാഹനമുണ്ട്, വാഹനത്തിൽ അടിക്കാനുള്ള ഡീസൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ചിലവ് മീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ മാസവും റെഗുലർ എമൗണ്ട് അല്ല, അത് വേരിയിങ് ആണ് അല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പെർക്വിസിറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ നമ്മളിവിടെ പഠിക്കുന്ന അലവൻസ് ആണ്. ഈ പെർക്വിസിറ്റ്സും അലവൻസ് എല്ലാം ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഏതൊക്കെയാണ് അലവൻസ്? ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മണി. കണ്ടോ, ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മണീന് എല്ലാ മാസം റെഗുലർ ആയിട്ടൊരു ഇൻകം കൊടുക്കുന്നു. ഗിവൺ റെഗുലർലി ഇൻ അഡീഷൻ ടു സാലറി. ബേസിക് സാലറി അടിസ്ഥാന ശമ്പളത്തിന് പുറമെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു അലവൻസ് ആയിട്ട് കൊടുക്കുന്നു. ഫോർ മീറ്റിംഗ് സ്പെസിഫിക് റിക്വയർമെൻറ്റ്, അതായത് ഈ ജോലിക്കാരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് ദ എംപ്ലോയീസ്. ഫ്രം ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ ദർ ആർ 3 types ഓഫ് അലവൻസസ് വിച്ച് ആർ അണ്ടർ.
3 ടൈപ്പ് അലവൻസുകളുണ്ട്. ഫുള്ളി ടാക്സബിൾ അലവൻസ് ഉണ്ട്, അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് ഉണ്ട്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയുണ്ട്? ഫുള്ളി ടാക്സബിൾ അലവൻസ്, അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറയാൻ 3 ടൈപ്പ് ഓഫ് അലവൻസുകളാണുള്ളത്. സോ ഈ 3 ടൈപ്പ് ഓഫ് അലവൻസുകളെല്ലാം ഏതാണ്? അതുപോലെ തന്നെ ഈ ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർട്ട്ലി ടാക്സബിൾ അലവൻസ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, അതിന് എക്സംഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഇപ്പോൾ പാർട്ട്ലി ആണെങ്കിൽ പാർട്ട്ലിയിൽ എത്രത്തോളം എക്സംഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ വരുന്ന സംഭവമാണ് HRA, ഹൗസ് റെന്റ് അലവൻസ്, അങ്ങനെയുള്ള കുറേ അലവൻസുകളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അലവൻസസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇത് സാലറിയുടെ കൂടെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് അലവൻസസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. അതായത് അലവൻസ് പഠിക്കാനുണ്ട്, ടൈപ്പ് ഓഫ് അലവൻസ്, ഫുള്ളി ടാക്സബിൾ അലവൻസ് ഏതൊക്കെയാണ്, പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്രിസ്പായിട്ട് കിട്ടണം. ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവുമെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ക്രിസ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് അത് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ലെക്ചേഴ്സും അതുപോലെ തന്നെ ലൈവ് സെഷൻസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. സോ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു UGC നെറ്റ് കൊമേഴ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ന്യൂ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UGC നെറ്റിൻ്റെ ഒരു ക്രാഷ് ബാച്ചാണ്. അപ്പോൾ ഈ ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട്, MCQ സെഷൻ ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നിങ്ങൾ ഈ ക്രാഷ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ജൂണിൽ വരുന്ന UGC നെറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കട്ടെ. സോ നമ്മളുടെ നെക്സ്റ്റ് അടുത്തൊരു കണ്ടന്റിലേക്ക് പോവാണ്. നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്തു? പെർക്വിസിറ്റ്സ്, ഈ അലവൻസസുമായി ബന്ധപ്പെട്ടും ഇൻകം ഫ്രം സാലറിയുമായി ബന്ധപ്പെട്ടും 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അല്ലേ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം എ ഫിക്സഡ് ഡെപ്പോസിറ്റ് വുഡ് ടിപ്പിക്കലി ഫോൾ അണ്ടർ വിച്ച് ഹെഡ് ഇൻകം? ബാങ്കിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് ഏത് ഹെഡിലെ വരാം? സാലറി ആണോ? അല്ല. സാലറിയുടെ കണ്ടീഷൻ എന്താണ്? എംപ്ലോയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് സാലറിയിൽ വരുമോ? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. സോ ഇതല്ല. ഹൗസ് പ്രോപ്പർട്ടി ആണോ? വീട് വാടക കൊടുത്ത് കിട്ടുന്നതാണോ? അല്ല. ബിസിനസ് ഇൻകം ആണോ? അല്ല. ഓക്കെ. സോ പിന്നെ ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? റെസിജ്വൽ ഇൻകം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻകം ഫ്രം സാലറി അക്കോർഡിംഗ് ടു ദ ബേസ് ഓഫ് ചാർജ്? അതായത് താഴെ കൊടുത്തിരിക്കുന്നത് സാലറി എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ. സാലറിയിൽ ടാക്സ് ചുമത്തപ്പെടുന്നത് ഓൺലി ദ സാലറി റിസീവ്ഡ് ബൈ ദ എംപ്ലോയി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ആക്ച്വലി റിസീവ് ചെയ്തത് മാത്രമാണ് സാലറിയിൽ വരാ? ഇല്ല. റിസീവ് ചെയ്യാത്തതും വരും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഡ്യൂ ആയി കിടക്കുന്നതും സാലറിയിൽ വരും എന്നുള്ളത് പഠിച്ചിരുന്നു. സോ എനി സാലറി ഡ്യൂ ഫ്രം ദ എംപ്ലോയർ വെദർ പെയ്ഡ് ഓർ നോട്ട് ഇൻ ദ പ്രീവിയസ് ഇയർ. ഓക്കെ. അതായത് പ്രീവിയസ് ഇയറിൽ പേ ചെയ്തില്ലേ നോക്കിയിട്ട് എന്ത് ചെയ്യണം? എംപ്ലോയർ സാലറി, നമ്മുടെ പ്രീവിയസ് എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് ഇനി സാലറി ഡ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുമേൽ നമ്മൾ എന്ത് അടച്ചേ പറ്റുള്ളൂ? ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അത് ഇൻകം ഫ്രം സാലറിയിൽ ടാക്സബിൾ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ബി ആണ് അവിടെ റൈറ്റ് ആൻസർ വരുന്നത്. സോ ഇൻകം ഫ്രം സാലറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.